ശരി, അപ്പോൾ ഗുഡ് മോർണിംഗ്. സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ നോക്കുന്ന ടോപ്പിക്സ് കെമിസ്ട്രിയിൽ നിന്നും ഓൾറെഡി നിങ്ങൾക്ക് ഷെഡ്യൂളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അറ്റോമിക് സ്ട്രക്ചർ, അതേപോലെ കെമിക്കൽ ബോണ്ടിങ്, പിന്നെ ബിഹേവിയർ ഓഫ് ഗ്യാസസ്. ഇത്രയും ടോപ്പിക്കുകളിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് RRB, ALP ആണെങ്കിലും ഗ്രൂപ്പ് ഡി ആണെങ്കിലും ഏതൊക്കെ എക്സാമുകൾ നിങ്ങൾ RRB പാറ്റേണിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ അതിന്റെ CBT1 കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതുവഴി ടോപ്പിക് റിവിഷൻ ആണ് ഈ ഒരു സെക്ഷൻ വഴി ഉദ്ദേശിക്കുക. അപ്പൊ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. വേറെ ഇൻട്രൊഡക്ഷൻ ഒന്നും ആവശ്യമില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അറ്റോമിക് സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലെ. അറ്റോമിക് സ്ട്രക്ചർ, ആരാണ് ആറ്റംസ് ഡിസ്കവർ ചെയ്തത്, എന്താണ് സബ് അറ്റോമിക് ആയിട്ടുള്ള പാർട്ടിക്കിൾസ്, ഇത്തരത്തിലുള്ള പോയിന്റുകളൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ അറ്റോമിക് സ്ട്രക്ചർ എന്നുള്ള ടോപ്പിക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വൃത്തിയിൽ കവർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അല്ലെ. അപ്പൊ ആദ്യം തന്നെ ഫസ്റ്റ് ചോദ്യം, ഹൂ ഡിസ്കവേർഡ് ന്യൂട്രോൺസ്? ഹൂ ഡിസ്കവേർഡ് ന്യൂട്രോൺസ്? അറിയാമെങ്കിൽ പെട്ടെന്ന് ആൻസർ ഒന്ന് ചാറ്റിൽ പറഞ്ഞോ. ഹൂ ഡിസ്കവേർഡ് ന്യൂട്രോൺസ്? ഹൂ ഡിസ്കവേർഡ് ന്യൂട്രോൺസ്? ആരാണ് ന്യൂട്രോൺസ് ഡിസ്കവർ ചെയ്തത്? ആരാണ് ന്യൂട്രോൺസ് ഡിസ്കവർ ചെയ്തത്? ആൻസർ അറിയാമെങ്കിൽ പെട്ടെന്ന് ചാറ്റിൽ പറഞ്ഞോളൂ. ന്യൂട്രോൺസ് ഡിസ്കവർ ചെയ്തത്? ഹൂ ഡിസ്കവേർഡ് ന്യൂട്രോൺസ്? ആരാണ് ന്യൂട്രോൺസ് ഡിസ്കവർ ചെയ്തത്? ന്യൂട്രോൺസ് വാസ് ഡിസ്കവേർഡ് ബൈ ജെയിംസ് ചാഡ്വിക് ആണ്. ജെയിംസ് ചാഡ്വിക് ആണ് ന്യൂട്രോൺസ് ഡിസ്കവർ ചെയ്തത്. ജെയിംസ് ചാഡ്വിക് ആണ് ന്യൂട്രോൺസ് ഡിസ്കവർ ചെയ്തത്. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി. അപ്പൊ പോയിന്റ് ബൈ പോയിന്റ് നോട്ട് ചെയ്യുകയോ ഓർത്ത് വെക്കുകയോ എന്തെങ്കിലും ചെയ്യണം. ജെയിംസ് ചാഡ്വിക് ആണ് എന്ത് ചെയ്തിട്ടുണ്ടാവുക? ന്യൂട്രോൺ ഡിസ്കവർ ചെയ്തിട്ടുണ്ടാവുക. എന്താണ് ന്യൂട്രോൺ? വാട്ട് ഈസ് ന്യൂട്രോൺ? ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ സബ് അറ്റോമിക് ആയിട്ടുള്ള ഒരു പാർട്ടിക്കിൾ ആണ്. സബ് അറ്റോമിക് ആയിട്ടുള്ള പാർട്ടിക്കിൾ ആണ്. എന്താണ് ന്യൂട്രോണിന്റെ ചാർജ് വരിക? വാട്ട് ഈസ് ദ ചാർജ് ഓഫ് ന്യൂട്രോൺ? ചാർജ് ഓഫ് ന്യൂട്രോൺ. ന്യൂട്രോണിന്റെ ചാർജ് എന്താണ്? ന്യൂട്രോണിന്റെ ചാർജ് 0 ആണ്. അല്ലെങ്കിൽ ന്യൂട്രൽ ചാർജ് ആണ് ആർക്ക് വരിക? ന്യൂട്രോണിന് വരിക അല്ലെ. സബ് അറ്റോമിക് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് 3 ഉണ്ട്. ഏതൊക്കെയാ? ഇലക്ട്രോൺ ഒന്നാമത്തത്. ഇലക്ട്രോൺ. ഇലക്ട്രോൺ ഡിസ്കവർ ചെയ്ത ആരാ? ജെ തോംസൺ. ജെ തോംസൺ ആണ് ഇലക്ട്രോൺ ഡിസ്കവർ ചെയ്തിട്ടുണ്ടാവുക. ഇലക്ട്രോണിന്റെ ചാർജ് എത്രയായിരുന്നു? ഇലക്ട്രോണിന്റെ ചാർജ് രണ്ട് രീതിയിൽ ചോദിക്കാറുണ്ട്. ഒന്നെങ്കിൽ റിലേറ്റീവ് ചാർജ് ചോദിക്കും. റിലേറ്റീവ് ചാർജ് ചോദിക്കും. അപ്പൊ ജനറലി പറയുമ്പോൾ ഇലക്ട്രോണിന്റെ ചാർജ് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചാർജാണ് ഇലക്ട്രോൺ ഉണ്ടാവുക? ഇലക്ട്രോൺ ഉണ്ടാവുക നെഗറ്റീവ് ചാർജ് ആണ് അല്ലെ. നെഗറ്റീവ് ചാർജ് ആണ് ഇലക്ട്രോൺ ഉണ്ടാവുക. ജനറലി നമ്മൾ അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇലക്ട്രോണിന്റെ കേസ് രണ്ട് രീതിയിൽ ചാർജസ് ചോദിക്കാം. ഒന്ന്, റിലേറ്റീവ് ചാർജ് ഓഫ് ഇലക്ട്രോൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റിലേറ്റീവ് ചാർജ് ഓഫ് ഇലക്ട്രോൺ, ഇലക്ട്രോണിന്റെ റിലേറ്റീവ് ചാർജ് ചോദിച്ചു കഴിഞ്ഞാൽ -1 ആണ്. ഇലക്ട്രോണിന്റെ റിലേറ്റീവ് ചാർജ് ചോദിച്ചു കഴിഞ്ഞാൽ -1 ആണ്. അബ്സല്യൂട്ട് ചാർജ് ചോദിച്ചു കഴിഞ്ഞാൽ, അബ്സല്യൂട്ട് ചാർജ് ചോദിച്ചു കഴിഞ്ഞാൽ, റിലേറ്റീവ് ചാർജ് ചോദിച്ചു കഴിഞ്ഞാൽ -1 ആണ്. അബ്സല്യൂട്ട് ചാർജ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അബ്സല്യൂട്ട് ചാർജ് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാക്ട് വാല്യൂ പറയണം. ചാർജിന്റെ എക്സാക്ട് വാല്യൂ നമുക്കറിയാം. ചാർജിന്റെ എക്സാക്ട് വാല്യൂ എന്തുവാ? -1.6 ഇൻറ്റു 10⁻⁻19 കൂളോം. -1.6 ഇൻറ്റു 10⁻⁻19 കൂളോം ആണ് എന്തിന്റെ അബ്സല്യൂട്ട് ചാർജ് എന്ന് പറയുക? ഇലക്ട്രോണിന്റെ അബ്സല്യൂട്ട് ചാർജ് എന്ന് പറയുക. യൂണിറ്റ് മറന്നു പോകരുത്, സിംബൽ മറന്നു പോകരുത്. നെഗറ്റീവ് ചാർജ് ആണ് ഉണ്ടാവുക. അപ്പൊ എക്സാക്ട് ആയിട്ടുള്ള ചാർജിന്റെ വാല്യൂവിനെയാണ് എന്ത് പറയുക? അബ്സല്യൂട്ട് ചാർജ് എന്ന് പറയുക. അതേപോലെ റിലേറ്റീവ് ചാർജും ജസ്റ്റ് ഓർത്ത് വെക്കുക. ന്യൂട്രോണിന്റെ കേസിൽ റിലേറ്റീവ് ചാർജ് ചോദിച്ചു കഴിഞ്ഞാൽ, അബ്സല്യൂട്ട് ചാർജ് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. 0 തന്നെയാണ്. അപ്പൊ ഇവിടെ പിന്നെ 2-3 പേര് ഇവിടെ കാണാം അല്ലെ. ഗോൾഡ് സ്റ്റീൻ ഉണ്ട്, നീൽസ് ബോർ ഉണ്ട്, ബോർ മോഡൽ ഓഫ് ആറ്റം ഉണ്ട് അല്ലെ. ബോർ മോഡൽ ഓഫ് ആറ്റം ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ഓൾറെഡി ജെ തോംസൺ പറഞ്ഞതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ജെ തോംസന്റെ 1-2 പോയിന്റുകളൂടെ പറഞ്ഞു പോവാം. ജെ തോംസൺസ് അറ്റോമിക് മോഡൽ അറിയപ്പെടുന്ന പേരെന്താണ്? ജെ തോംസൺസ് അറ്റോമിക് മോഡൽ അറിയപ്പെടുന്ന പേര്, അറ്റോമിക് മോഡൽ ഓഫ് ജെ തോംസൺ അറിയപ്പെടുന്ന പേര് എന്തായിരുന്നു? ഇറ്റ് ഈസ് കോൾഡ് പ്ലം പുഡിംഗ് മോഡൽ അല്ലെ. പ്ലം പുഡിംഗ് മോഡൽ. ഇറ്റ് ഈസ് കോൾഡ് പ്ലം പുഡിംഗ് മോഡൽ ഓഫ് ആറ്റം. It is called plum pudding model. It is called plum pudding model. Plum pudding model of atom ആരാണ് ഡിസ്കവർ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ജെ തോംസൺ ആണ്. അതേപോലെ ഓർക്കേണ്ട പോയിന്റ് എന്തുവാ? വാട്ടർമെലൻ മോഡൽ എന്നറിയപ്പെടുന്നത്, വാട്ടർമെലൻ മോഡൽ എന്നറിയപ്പെടുന്നത് അതും എന്താണ്? ഈ പറഞ്ഞ പ്ലം പുഡിംഗ് മോഡൽ തന്നെയാണ് അല്ലെ. പ്ലം പുഡിംഗ് മോഡൽ ഓഫ് ആറ്റം ഡിസ്കവർ ചെയ്തത് ജെ തോംസൺ ആണ്. അല്ലെങ്കിൽ എന്തായിട്ട് അറിയപ്പെടുന്നു? വാട്ടർമെലൻ മോഡൽ എന്നറിയപ്പെടുന്നു. എന്താണ് ജെ തോംസൺ ഡിസ്കവർ ചെയ്ത ഈ ഒരു അറ്റോമിക് മോഡലില് പ്രത്യേകത? എങ്ങനെയാണ് ഒരു ആറ്റത്തിനെ ജെ തോംസൺ ഡിസ്കവർ ചെയ്ത ഒരു അറ്റോമിക് മോഡലിൽ ഡിഫൈൻ ചെയ്യുക? അതും ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ആറ്റം ഒരു പോസിറ്റീവ് സ്പിയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ആറ്റത്തെ ഒരു പോസിറ്റീവ് സ്പിയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ആ പോസിറ്റീവ് സ്പിയറിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എംബഡഡ് ആയിട്ടായിരിക്കും എന്ത് കാണപ്പെടുക? നെഗറ്റീവ് ചാർജസ് കാണപ്പെടുക അല്ലെ. അതാണ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്. ആറ്റത്തെ ഒരു പോസിറ്റീവ് സ്പിയർ ആയിട്ട് കരുതുന്നു. എന്നിട്ട് ആ പോസിറ്റീവ് സ്പിയറിൽ അവിടെ ഇവിടെയൊക്കെ എംബഡഡ് ആയിട്ടായിരിക്കും എന്ത് കാണപ്പെടുക? ഈ പറഞ്ഞ നെഗറ്റീവ് ചാർജസ് കാണപ്പെടുക. ഈ നെഗറ്റീവ് ചാർജസിനെയാണ് പിന്നീട് അദ്ദേഹം എന്തായിട്ട് ക്ലാസിഫൈ ചെയ്തത്? ഇലക്ട്രോൺസ് എന്നുള്ള സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തത്.
അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഏതായിരുന്നു? ചോദ്യം ന്യൂട്രോൺസ് ഹു ഡിസ്കവേർഡ് ന്യൂട്രോൺസിന്റെ റിലേറ്റീവ് ചാർജ് അല്ലെങ്കിൽ ചാർജ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? സീറോ ചാർജ് ആണ്. ആരാണ് ന്യൂട്രോൺസ് ഡിസ്കവർ ചെയ്തതെന്ന് ഓർത്ത് നോക്കുക. ജെയിംസ് ചാഡ്വിക് ആണ് ന്യൂട്രോൺസ് ഡിസ്കവർ ചെയ്തത്. കൂടെ 1-2 പോയിന്റുകളൂടെ നമ്മൾ പറഞ്ഞു. ഏതാണ്? ജെ തോംസൺ ആണ് ഇലക്ട്രോൺ ഡിസ്കവർ ചെയ്തിട്ടുണ്ടാവുക. ഇലക്ട്രോണിന്റെ റിലേറ്റീവ് ചാർജ് എത്രയാണെന്നൂടെ മനസ്സിലാക്കി വെക്കുക. ഇലക്ട്രോണിന്റെ റിലേറ്റീവ് ചാർജ് എന്ന് പറയുന്നത് -1 ആണ്. അബ്സല്യൂട്ട് ചാർജ് എന്ന് പറയുന്നത് എത്രയാണ്? -1.6 ഇൻറ്റു 10⁻⁻19 കൂളോം ആണ്. അതേപോലെ ജെ തോംസന്റെ അറ്റോമിക് മോഡൽ അറിയപ്പെടുന്ന പേര് ഒന്ന് പ്ലം പുഡിംഗ് മോഡൽ എന്ന് പറയാം, അല്ലെങ്കിൽ വേറെ രീതിയിൽ ചോദ്യം കണ്ടിട്ടുണ്ട്. ഏത് പേരിലാണ് അറിയപ്പെടുക? വാട്ടർമെലൻ മോഡൽ എന്നും അറിയപ്പെടുന്നു. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് വാട്ടർമെലൻ മോഡൽ എന്നും അറിയപ്പെടുന്നു. അപ്പൊ ഫസ്റ്റ് ചോദ്യം ക്ലിയർ ആണല്ലോ. യെസ്, നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. അതിന് മുമ്പ് 1-2 ബേസിക് ആയിട്ടുള്ള പോയിന്റ്സ് കൂടെ മനസ്സിലാക്കി വെക്കണം. നമ്മൾ അറ്റോമിക് സ്ട്രക്ചർ ആണ് പഠിക്കുന്നത് അല്ലെ? അറ്റോമിക് സ്ട്രക്ചർ ആണ് പഠിക്കുന്നത്. അപ്പൊ ഈ ആറ്റം എന്നുള്ള പേര് കൊടുത്തത് ആരാണ്? ആറ്റം എന്നുള്ള പേര് കൊടുത്തത്, ദ നെയിം ആറ്റം വാസ് ഗിവൺ ബൈ, ആറ്റം എന്നുള്ള പേര് കൊടുത്തത് ഒരു ഗ്രീക്ക് തിങ്കർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ പേര് എന്തായിരുന്നു? ദ നെയിം ആറ്റം വാസ് ഗിവൺ ബൈ. ഇതും ഈ ഇടയ്ക്ക് നടന്നൊരു പരീക്ഷയ്ക്ക് കണ്ടിട്ടുണ്ട്. ദ ടേം ആറ്റം വാസ് ഗിവൺ ബൈ, ദ ടേം ആറ്റം എന്നുള്ള ടേം ആദ്യമായിട്ട് യൂസ് ചെയ്ത ആരാണ്? ഡെമോക്രൈറ്റസ് ആണ്. ഡെമോക്രൈറ്റസ് ഗ്രീക്ക് ഫിലോസഫർ അല്ലെങ്കിൽ തിങ്കർ ആയിരുന്ന ഡെമോക്രൈറ്റസ് ആണ് എന്ത് ചെയ്യുക? ഈ പറഞ്ഞ ആറ്റം എന്നുള്ള വേർഡ് യൂസ് ചെയ്യുക. ഗ്രീക്ക് വാക്കായ അറ്റോമോസ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ആറ്റം എന്നുള്ള ടേം ഡിറൈവ് ചെയ്തെടുക്കുക. അപ്പൊ ഡെമോക്രൈറ്റസ് ആണ് എന്ത് കൊടുക്കുക? ആറ്റം എന്നുള്ള ടേം. അതായത് എല്ലാ മാറ്ററിലുമുള്ള ഇൻഡിവിസിബിൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് അല്ലെ? എല്ലാ മാറ്റർ, നമുക്ക് ചുറ്റുമുള്ള എല്ലാം എന്താണ്? മാറ്റർ ആണ്. ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. എനിത്തിങ് ദാറ്റ് ഓക്യുപ്പൈസ് സ്പേസ് ആൻഡ് ഹാസ് മാസ്, അതിനെയാണ് എന്ത് പറയുക? മാറ്റർ എന്ന് പറയുക. എനിത്തിങ് ദാറ്റ് ഓക്യുപ്പൈസ് സ്പേസ് ആൻഡ് ഹാസ് മാസ്, അതിനെയാണ് മാറ്റർ എന്ന് പറയുക. മാറ്ററിൽ ഇൻഡിവിസിബിൾ ആയിട്ടുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് യൂണിറ്റ് ഓഫ് മാറ്ററിനെയാണ് എന്ത് പറയുക? ആറ്റം എന്ന് പറയുക അല്ലെ? പിന്നെ ആറ്റത്തിൽ എന്തുണ്ടാവും? സബ് അറ്റോമിക് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ടാവും. അവരേതൊക്കെയാണ്? മെയിൻ ആയിട്ട് ജനറൽ ആയിട്ട് പഠിക്കുമ്പോൾ ഏതൊക്കെ പഠിക്കണം? ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് അല്ലെ? ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്. യെസ്, ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രസന്റ് ഇൻ ദ എൽ ഷെൽ. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രസന്റ് ഇൻ ദ എൽ ഷെൽ. എൽ ഷെല്ലിൽ കാണപ്പെടുന്ന ഇലക്ട്രോൺസ് എത്രയാണ്? അപ്പൊ ഇത് മനസ്സിലാക്കണമെങ്കിൽ എന്ത് മനസ്സിലാക്കണം? ഷെൽ എന്താണെന്ന് മനസ്സിലാക്കണം. വാട്ട് ഈസ് ഷെൽ? എന്താ ഷെൽ എന്ന് പറയുക? അപ്പൊ നമ്മൾ ജെ തോംസന്റെ അറ്റോമിക് മോഡൽ പറഞ്ഞല്ലേ? ജെ തോംസന്റെ അറ്റോമിക് മോഡലിൽ എങ്ങനെയാണ് ഒരു ആറ്റത്തിന്റെ സ്ട്രക്ചറിനെ ഡിഫൈൻ ചെയ്യുക? ആറ്റത്തിന്റെ സ്ട്രക്ചറിനെ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ആറ്റം ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് സ്പിയർ ആണ്. ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് സ്പിയറിൽ അവിടെ ഇവിടെയൊക്കെ എംബഡഡ് ആയിട്ടായിരിക്കും എന്ത് കാണപ്പെടുക? നെഗറ്റീവ് ചാർജസ് കാണപ്പെടുക, അല്ലെങ്കിൽ ഇലക്ട്രോൺസ് കാണപ്പെടുക അല്ലെ? അങ്ങനെയാണ് ജെ തോംസൺ മോഡലിൽ അറ്റോമിക് സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുക. അതിനുശേഷം വന്ന റുദർഫോർഡ്സ് മോഡൽ ആണെങ്കിലും, അതേപോലെ പിന്നീട് വന്ന ബോർ മോഡൽ ഓഫ് ആറ്റം ആണെങ്കിലും ആറ്റത്തിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക? ആറ്റത്തിന്റെ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്നത് സെന്ററിൽ ന്യൂക്ലിയസ് വരും അല്ലെ? സെന്ററിൽ ആറ്റത്തിന്റെ സെന്ററിൽ എന്ത് വരും? ന്യൂക്ലിയസ് വരും. ഈ ന്യൂക്ലിയസിന് ചുറ്റും സർട്ടൈൻ ഓർബിറ്റ്സിലായിരിക്കും എന്ത് ചെയ്യുക? സർട്ടൈൻ ഓർബിറ്റ്സിലായിരിക്കും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുക. സർട്ടൈൻ ഓർബിറ്റ്സിലാണ് അല്ലെ? സർട്ടൈൻ ഓർബിറ്റ്സിലാണ്, അതായത് ന്യൂക്ലിയസിന് ചുറ്റുമുള്ള സർട്ടൈൻ ഓർബിറ്റ്സിലാണ് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുക. ഈ ഓർബിറ്റ്സിനെ തന്നെയാണ് എന്തെന്ന് പറയുക? ഈ ഓർബിറ്റ്സിന് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്ന പാത്വേസ് അല്ലെങ്കിൽ ഓർബിറ്റ്സിനെ തന്നെയാണ് എന്തെന്ന് പറയുക? ഷെൽസ് എന്ന് പറയുക. അപ്പൊ എന്താണ് ഷെൽ എന്ന് മനസ്സിലായല്ലോ? ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന ആ പാത്വേസ് അല്ലെങ്കിൽ ഓർബിറ്റ്സിനെയാണ് എന്ത് പറയുക? ഷെൽസ് എന്ന് പറയുക. ഓക്കെ ആണല്ലോ? അപ്പൊ പ്രധാനമായിട്ടും 4 ഷെൽസ് ആണ് നമ്മൾ ബേസിക്കലി പഠിക്കുന്നത് അല്ലെ? ഏതൊക്കെയാ? ഒന്ന്, ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഷെൽ. അത് ഏത് ഷെല്ലാണ്? കെ ഷെല്ലാണ്. ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് കെ ഷെല്ലാണ്. പിന്നീട് എന്ത് വരും? എൽ ഷെല്ല് വരും. പിന്നീട് എന്ത് വരും? എം ഷെല്ല് വരും. പിന്നെ എന്ത് വരും? എൻ ഷെല്ല് വരും. KLMN ഷെല്ലുകൾ അല്ലെങ്കിൽ ഓർബിറ്റുകൾ. ഓക്കെ ആണല്ലോ? അപ്പം ഒന്നെങ്കിൽ ഓർബിറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഷെൽ എന്ന് പറയാം, അല്ലെങ്കിൽ എന്തായിട്ട് പറയാം? അല്ലെങ്കിൽ എനർജി സ്റ്റേറ്റ് എന്ന് വേണേലും പറയാം. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. എനർജി സ്റ്റേറ്റ് എന്ന് വേണമെങ്കിലും പറയാം. അപ്പൊ ലോവസ്റ്റ് എനർജി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? കെ ഷെല്ലാണ് അല്ലെ? ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്തിരിക്കുന്ന ഷെൽ ഏതാണ്? കെ ഷെല്ലാണ്. അതിനാണ് ലോവസ്റ്റ് എനർജി സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് അറിയപ്പെടുക. ആ ഒരു ഷെല്ലാണ്, കെ ഷെല്ലാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് അറിയപ്പെടുക.
ഓക്കെ ആണല്ലോ. അപ്പൊ ജനറലി ഈ ഒരു അറ്റോമിക് സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുമ്പോൾ ഏറ്റവും അടുത്ത് നിൽക്കുന്നത്, ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഷെൽ ഏതാണ്? കെ ഷെല്ലാണ്. അതേപോലെ ന്യൂക്ലിയസിൽ നിന്ന് ഏറ്റവും ഫാർദസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഏതാണ്? ന്യൂക്ലിയസിൽ നിന്ന് ഏറ്റവും ഫാർദസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് എൻ ഷെല്ലാണ്. അപ്പൊ സ്ട്രക്ചർ ഓർത്തുക, KLMN ഷെൽ. ഇത് അറിയാമായിരിക്കും, ജസ്റ്റ് റിവിഷന് വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഷെൽസിനെ തന്നെയാണ് എന്ത് പറയാ, അല്ല ഓർബിറ്റ്സിനെ തന്നെയാണ് എന്ത് പറയാ, ഷെൽസ് എന്ന് പറയാ, അല്ലെങ്കിൽ എനർജി സ്റ്റേറ്റ് എന്ന് പറയാ. ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന ഷെൽ ഏതാണെന്ന് കൂടെ ഓർത്തു വെക്കാം. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ ഓരോ ഓർബിറ്റ്സിലും അല്ലെങ്കിൽ ഓരോ ഷെല്ലിലും എത്രത്തോളം ഇലക്ട്രോൺസ് കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ബോർ മോഡൽ ഓഫ് ആറ്റത്തിൽ ഒരു ഫോർമുല യൂസ് ചെയ്യുന്ന ഫോർമുല എന്താണ്? 2n². 2n² എന്ന് പറയുന്ന ഫോർമുല യൂസ് ചെയ്തിട്ടാണ് ബോർ അറ്റോമിക് മോഡത്തിൽ എന്ത് ചെയ്യുക, ഓരോ ഷെല്ലിലും അല്ലെങ്കിൽ ഓരോ ഓർബിറ്റ്സിലും എത്രത്തോളം ഇലക്ട്രോൺസ് കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതിനെ ഡിഫൈൻ ചെയ്യുക 2n² എന്ന് പറഞ്ഞ ഫോർമുല യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ n എന്ന് പറഞ്ഞാൽ എന്താണ്? n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഷെല്ലിന്റെ കേസിൽ വ്യത്യസ്തമാണ് അല്ലെ. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ ഷെല്ലിന്റെ കേസിലാണെങ്കിൽ n എന്താണ്? 1 ആണ് അല്ലെ. കെ ഷെല്ലിന്റെ കേസിലാണ് n എന്താണ്? 1 ആണ്. എൽ ഷെല്ലിന്റെ കേസിലാണെങ്കിലോ n എന്താണ്? 2 ആണ്. എം ഷെല്ലിന്റെ കേസിലാണെങ്കിലോ 3 ആണ്. അതേപോലെ എൻ ഷെല്ലിന്റെ കേസിലാണെങ്കിലോ 4 ആണ് അല്ലെ. അപ്പോ ഓരോ ഷെല്ലിനെയും ഡിഫൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നമ്പർ അതിനാണ് എന്ത് പറയാ, n എന്ന് പറയുക. ഓക്കെ ആണല്ലോ. അപ്പം പിന്നീട് നമ്മൾ ഇത് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് ക്വാണ്ടം നമ്പേഴ്സ് എന്നുള്ള പേരിലൊക്കെ പറയാറുണ്ട്. അത്രയും ഡെപ്തിൽ പോകേണ്ട കാര്യമില്ല. ക്വാണ്ടം നമ്പേഴ്സ് 4 ടൈപ്പ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അസിമുതൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുതൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, അതുപോലെ സ്പിൻ ക്വാണ്ടം നമ്പർ. ഇപ്പൊ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, ബോർ മോഡൽ ഓഫ് ആറ്റത്തിൽ ഒരു ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും? 2n² എന്ന് പറഞ്ഞ ഫോർമുല യൂസ് ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഈ 2n²ൽ n എന്താണ്? ഓരോ ഷെല്ലിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കുറച്ച് നമ്പേഴ്സ് ആണ്. ഇതിൽ കെ ഷെല്ലിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നമ്പർ ഏതാണ്? 1 ആണ്. എൽ ഷെല്ലിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നമ്പർ ഏതാണ്? 2 ആണ്. എം ഷെല്ലിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നമ്പർ ഏതാണ്? 3 ആണ്. എൻ ഷെല്ലിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് 4 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൂടെ പഠിച്ചു വെച്ച് ഇപ്പൊ തന്നെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ഒരു ഷെല്ലിൽ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ്? ഒന്നാമത്തത് കെ ഷെൽ എങ്ങനെ വരും? 2 into 1² വരും അല്ലെ. 2 into 1² വരും. 2 into 1² എന്ന് പറഞ്ഞാൽ എത്രയാ? 2 തന്നെ അല്ലെ. 1² എത്രയാ? 1. 2 ones are 2. ഓക്കെ ആണല്ലോ. രണ്ടാമത്തെ എൽ ഷെല്ലിന്റെ കേസിലാണെങ്കിലോ 2 into n എത്രയാ വരുന്നത്? 2 വരും അല്ലെ. 2² വരും. 2² എത്രയാ? 4 വരും. 2 into 4 എത്രയാണ്? 8 ആണ്. അടുത്തതിൽ 2n², 3 ആണ് n വരിക. 3 3s are എത്ര വരും? 9 വരും. 9 2s are എത്ര വരും? 18 വരും. ഓക്കെ ആണല്ലോ. ഡയറക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യുന്നേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യുന്നില്ല. അതേപോലെ എൻ ഷെല്ലിലാണെങ്കിലോ എങ്ങനെ വരും? 2 into 16 വരും. 2 into 16 എത്ര വരും? അത് 32. ഓക്കെ ആണല്ലോ. എൽ ഷെല്ലിൽ കണ്ടെയ്ൻ ചെയ്യുന്നതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ് കണ്ടെയ്ൻ ചെയ്യുക? 8 ഇലക്ട്രോൺസിനെയാണ് എൽ ഷെൽ കണ്ടെയ്ൻ ചെയ്യുക. ഓപ്ഷൻ ബി 8. ഓക്കെ ആണല്ലോ. അപ്പൊ എങ്ങനെയാണ് ഒരു ഷെല്ലിൽ അല്ലെങ്കിൽ ഒരു ഓർബിറ്റിൽ അല്ലെങ്കിൽ ഒരു എനർജി സ്റ്റേറ്റിൽ, മൂന്നും ചോദിച്ചു കഴിഞ്ഞാൽ സെയിം ആണെന്ന് മനസ്സിലാക്കി വെക്കുക. എത്ര ഇലക്ട്രോൺസ് ആണ് അതിൽ കണ്ടെയ്ൻ ചെയ്യപ്പെടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കാം? ഈ പറഞ്ഞ 2n² എന്ന് പറഞ്ഞ ഫോർമുല വഴി കണ്ടുപിടിക്കാം. അപ്പൊ 2n² എന്ന് പറഞ്ഞ ഫോർമുല വഴി നോക്കുമ്പോൾ കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. എൽ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. എം ഷെല്ലിൽ 18 ഇലക്ട്രോൺസ് ആണ് വരിക. എൻ ഷെല്ലിൽ എത്രയാണ്? 32 ഇലക്ട്രോൺസ് ആണ് വരിക. അപ്പൊ ഈ ഒരു രീതിയിലായിരിക്കും എന്ത് ചെയ്യുക? ഈ പറഞ്ഞ ഇലക്ട്രോൺസ്, ഒരു ഓർബിറ്റിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ ആണല്ലോ. ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന ഷെൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കെ ഷെല്ലാണ്. അതേപോലെ ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഷെൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഷെല്ല് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഗ്രൗണ്ട് സ്റ്റേറ്റ്, ഏറ്റവും എനർജി കുറഞ്ഞ ഷെല്ലാണ് അല്ലെ. പിന്നെ ഒരു കാര്യം കൂടെ എക്സ്ട്രാ പോയിന്റ് ആയിട്ട് പറയുകയാണ്. ഇവിടെ ഈ പറഞ്ഞ ന്യൂക്ലിയസിന്റെ അകത്ത് എന്തൊക്കെ ഉണ്ടാവും? ന്യൂക്ലിയസിന്റെ അകത്ത് ഉണ്ടാവുക ന്യൂക്ലിയോൺസ് ആണ് അല്ലെ. എന്തൊക്കെയാണ് ന്യൂക്ലിയോൺസിൽ വരിക? പ്രോട്ടോൺസ് വരും. പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഏതാണ്? പ്രോട്ടോൺസ് ഉണ്ട്. പിന്നെ ഏതാണ് വരിക? പിന്നെ ന്യൂട്രോൺസ് കൂടെ വരും. പ്രോട്ടോൺസും ന്യൂട്രോൺസും ആണ് ഇവിടെ വരിക ന്യൂക്ലിയോൺസിൽ ഉണ്ടാവുക. പ്രോട്ടോൺസും ന്യൂട്രോൺസും ആണ് ന്യൂക്ലിയോൺസിൽ ഉണ്ടാവുക. ഓക്കെ ആണല്ലോ. അപ്പം ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂക്ലിയസിലുള്ള, ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിലുള്ള എല്ലാ സാധനത്തിനെയാണ് എന്ത് പറയുക? ന്യൂക്ലിയോൺസ് എന്ന് പറയാം. ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിലുള്ള എല്ലാ സാധനത്തിനെയാണ് എന്ത് പറയുക? ന്യൂക്ലിയോൺസ് എന്നുള്ള പേരിൽ പറയാം. അപ്പൊ ന്യൂക്ലിയോൺസ് ഡിസ്കവർ ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഏണസ്റ്റ് റുദർഫോർഡ് ആണ്.
ഡിസ്കവർ ചെയ്തിട്ടുണ്ടോ? ഇറ്റ് വാസ് ഡിസ്കവേർഡ് ബൈ റുദർഫോർഡ് അല്ലെ. ന്യൂക്ലിയസ് ഡിസ്കവർ ചെയ്ത ആൾ ചോദിച്ചു കഴിഞ്ഞാൽ ആര് തന്നെയാണ്? റുദർഫോർഡ് ആണ്. ന്യൂക്ലിയസ്, ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസ് ഡിസ്കവർ ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ആര് തന്നെയാണ്? റുദർഫോർഡ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പം ന്യൂക്ലിയസ് ഡിസ്കവർ ചെയ്ത റുദർഫോർഡ് ആണെങ്കിൽ ന്യൂക്ലിയസ് ഡിസ്കവർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തത് ഏത് എക്സ്പെരിമെന്റ് ആണ്? ഏത് എക്സ്പെരിമെന്റ് വഴിയാണ് ഏണസ്റ്റ് റുദർഫോർഡ് ന്യൂക്ലിയസ്, ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസ്, അതായത് ഒരു ആറ്റത്തിന്റെ സെന്ററിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള സെന്റർ ഉണ്ടാവും അല്ലെ, പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള സെന്റർ പാർട്ട് ഉണ്ടാവും. ആറ്റത്തിന്റെ മധ്യഭാഗത്ത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. ആ പോസിറ്റീവ്ലി ചാർജ്ഡ് സെന്റർ ആണ് ആറ്റത്തിന് വരിക എന്ന് ഡിസ്കവർ ചെയ്ത ആൾ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? റുദർഫോർഡ് ആണ്. അപ്പൊ ഏത് എക്സ്പെരിമെന്റ് വഴിയാണ് റുദർഫോർഡ് ഈ ഒരു സാധനം കണ്ടുപിടിച്ചത്? ഹി ഡിസ്കവേർഡ് ബൈ ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് അല്ലെ, ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. ഗോൾഡ് ഫോയിലിലേക്ക് എന്ത് ചെയ്യുന്നു? ആൽഫ പാർട്ടിക്കിൾസിനെ ബോംബാർഡ് ചെയ്യിപ്പിച്ച് അതിൽ ചില ആൽഫ പാർട്ടിക്കിൾസ് എന്നാണ് സെന്റർ വഴി, ഗോൾഡ് ആറ്റത്തിന്റെ സെന്റർ വഴി പാസ് ചെയ്യുന്ന ചില ആറ്റംസ്, ചില പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നു? ബൗൺസ് ബാക്ക് ചെയ്യുന്നു അല്ലെ. ഗോൾഡ് ആറ്റത്തിന്റെ സെന്റർ വഴി പാസ് ചെയ്യേണ്ട, ശരിക്കും ഇദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണ്? ഇങ്ങനെ ആൽഫ പാർട്ടിക്കിൾസിനെ പാസ് ചെയ്യിക്കുമ്പോൾ അതെന്താണ്? ഡിഫ്ലക്ഷൻ ഒന്നും കൂടാതെ പാസ് ചെയ്യുമെന്നാണ് അസ്യൂം ചെയ്തത്. പക്ഷെ എന്താണ്? ചില പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നു? ചില റേസ്, ആൽഫ റേസ് എന്ത് ചെയ്യുന്നു? ബൗൺസ് ബാക്ക് ചെയ്യുന്നു. ആ ബൗൺസ് ബാക്ക് ചെയ്യാൻ കാരണം എന്താ? ബൗൺസ് ബാക്ക് ചെയ്യാനുള്ള കാരണം ആറ്റത്തിന്റെ സെന്ററിൽ എന്തുണ്ട്? പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള. കാരണം എന്താ? ഈ ആൽഫ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഓൾറെഡി പോസിറ്റീവ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ്. ഡബിൾ പോസിറ്റീവ് ആയിട്ടുള്ള ഹീലിയം അയോൺസ് ആണ് എന്ത് പറയുക? ഈ പറഞ്ഞ ആൽഫ പാർട്ടിക്കിൾസ് എന്ന് പറയാം. ഡബിൾ പോസിറ്റീവ് ആയിട്ടുള്ള ഹീലിയം അയോൺസ് ആണ്. അപ്പൊ ഈ സാധനം തിരിച്ച് ബൗൺസ് ബാക്ക് ചെയ്യണമെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ പറഞ്ഞ ആറ്റത്തിന്റെ സെന്ററിൽ എന്തുണ്ട്? പോസിറ്റീവ് ചാർജ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് എന്ത് ഡിസ്കവർ ചെയ്യുക? പോസിറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള സെന്റർ ഡിസ്കവർ ചെയ്യുക. പോസിറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള സെന്ററിന്റെ പേരെന്താണ്? ന്യൂക്ലിയസ് എന്നാണ്. ആരാണ് ന്യൂക്ലിയസ് ഡിസ്കവർ ചെയ്തത്? റുദർഫോർഡ് ആണ്. റുദർഫോർഡ് അറ്റോമിക് മോഡലിലാണ് ന്യൂക്ലിയസ് ഡിസ്കവർ ചെയ്തത്. അപ്പൊ ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് എന്നൊക്കെ പറയും അല്ലെ. ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് എന്നൊക്കെ പറയും. ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് എന്നൊക്കെ പറയും. ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് എന്നൊക്കെ പറയും. അപ്പൊ ഇവിടെ യൂസ് ചെയ്ത ഗോൾഡ് ഫോയിലിന്റെ തിക്നെസ് ഇമ്പോർട്ടന്റ് ആണ്. RRBയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെ യൂസ് ചെയ്യുന്ന ഗോൾഡ് ഫോയിലിന്റെ തിക്നെസ് ഇമ്പോർട്ടന്റ് ആണ്. The gold foil was about 1000 atoms thick. Gold foil was about 1000 atoms thick. വേറെ ഒരു രീതിയിൽ ഓർക്കണ്ട, ഇതൊരു പോയിന്റ് ആയിട്ട് അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. 1000 atoms thick. Gold foil was about 1000 atoms thick. Gold foil was about 1000 atoms thick. അപ്പൊ തിക്നെസ്, എന്തിന്റെ തിക്നെസ്സാ ഇവിടെ യൂസ് ചെയ്ത? ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റിൽ യൂസ് ചെയ്ത ഗോൾഡ് ഫോയിലിന്റെ തിക്നെസ് യൂസ് ചെയ്യുന്നത് എത്രയാണ്? 1000. ഇറ്റ് വാസ് അബൌട്ട് 1000 ആറ്റംസ് തിക്ക്. ഓക്കെ ആണല്ലോ. ആൽഫ റേസ് എന്ന് പറയുന്നത് എന്താണെന്ന് കൂടെ മനസ്സിലാക്കി വെക്കുക. ഡബിൾ പോസിറ്റീവ് ആയിട്ടുള്ള ഹീലിയം അയോൺസ്, അതാണ് ആൽഫ റേസ് എന്ന് പറയുക. ഓക്കെ ആണല്ലോ. യെസ്. ഇപ്പൊ കുറച്ചധികം കാര്യങ്ങൾ ഈ കൂടെ പറഞ്ഞു പോയിട്ടുണ്ട്. ഈ ഷെല്ലുകളെ പറ്റി പറഞ്ഞു അല്ലെ, ഷെല്ലുകളെ പറ്റി പറഞ്ഞു. പിന്നെന്താണ്? ഓരോ ഷെല്ലും എത്ര ഇലക്ട്രോൺസ് കണ്ടെയ്ൻഡ് ആണെന്ന് പറഞ്ഞു. അതേപോലെ ന്യൂക്ലിയോൺസ് ഡിസ്കവർ ചെയ്ത്, ന്യൂക്ലിയോൺസ് എന്ന് പറയുന്നത് എന്താണ്? അത് ഡിസ്കവർ ചെയ്ത ആരാണ്? അതേപോലെ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള സെന്റർ ഡിസ്കവർ ചെയ്ത ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? റുദർഫോർഡ് ആണ്. ഇത്ര ഓക്കെ ആണല്ലോ. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. The mass number is defined as the sum of the total number of dash present in the nucleus of an atom. എന്താണ് മാസ് നമ്പർ? മാസ് നമ്പറിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി എങ്ങനെ സാധിക്കും അല്ലെ? അതാണ് ചോദ്യം. അറിയാമെങ്കിൽ ചാറ്റിൽ പെട്ടെന്ന് പറഞ്ഞു. മാസ് നമ്പറിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി സാധിക്കും? ഹൗ ക്യാൻ വി ഡിഫൈൻ മാസ് നമ്പർ? മാസ് നമ്പറിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി സാധിക്കും? എങ്ങനെ പറ്റും? മാസ് നമ്പർ എന്ന് പറയുന്നത് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിമ്പൽ ജനറലി ഏതാണ്? മാസ് നമ്പറിനെ NCERT സിലബസിൽ നമ്മൾ പഠിക്കുമ്പോൾ മാസ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന A എന്ന് പറയുന്ന സിമ്പൽ ആണ് അല്ലെ. അറ്റോമിക് നമ്പർ ആണെങ്കിലോ Z ആണ്. അറ്റോമിക് നമ്പർ Z ആണ്. അപ്പൊ മാസ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലി എന്താണ്? ഇറ്റ് ഈസ് എ സം ഓഫ് ടോട്ടൽ നമ്പർ ഓഫ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. അപ്പൊ ഈ പോയിന്റ് ഓർത്ത് വെച്ചോണം. അറിയത്തില്ലെങ്കിലും ഓർത്ത് വെച്ചോണം. കാരണം 1-2 ക്വസ്റ്റ്യൻസ് ഇത് കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഈ സാധനം യൂസ് ചെയ്യും. അപ്പൊ ഒരാറ്റത്തിന്റെ ന്യൂക്ലിയസിൽ എത്ര പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉണ്ട് എന്നുള്ളതിന്റെ മെഷറിനെയാണ് എന്ത് പറയുക? ഈ പറഞ്ഞ മാസ് നമ്പർ എന്ന് പറയുക. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞു സെൻട്രൽ പാർട്ടിനെ, പോസിറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള സെൻട്രൽ പാർട്ടിനെയാണ് എന്ത് പറയുക? ന്യൂക്ലിയസ് എന്ന് പറയാം. ന്യൂക്ലിയസിലുള്ള പാർട്ടിക്കിൾസിനെയാണ് എന്ത് പറയാ? ന്യൂക്ലിയോൺസ് എന്ന് പറയാം.
ഈ പറഞ്ഞ ഓർബിറ്റ്സിൽ എന്തായിരിക്കും വരിക? ഓർബിറ്റ്സിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ആണ് വരിക. ന്യൂക്ലിയസ് അല്ലെങ്കിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് സെൻട്രൽ പ്രോട്ടോൺസ് മാത്രമാണ് വരിക. അല്ല, റിലേറ്റീവ് ചാർജ് 0 ആയിട്ടുള്ള സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഏതാണ്? ന്യൂട്രോൺസ്. അതുകൂടെ എവിടെ വരുന്നുണ്ട്? ഈ പറഞ്ഞ ന്യൂക്ലിയസിൽ വരുന്നുണ്ട്. അപ്പൊ പ്രോട്ടോൺസിന്റെയും ന്യൂട്രോൺസിന്റെയും മൊത്തത്തിലുള്ള എണ്ണത്തിനെയാണ് എന്ത് പറയുക? മാസ് നമ്പർ എന്ന് പറയുക. ഓക്കെ ആണല്ലോ? യെസ്, മാസ് നമ്പർ. അപ്പം ഈ കൂടെ 2 സാധനങ്ങളൂടെ പറഞ്ഞു വേണം. ഒന്ന് ഏതാണ്? ഇതിൽ ഓപ്ഷൻ ഏതാണ് വരിക? മാസ് നമ്പറിനെ ഡിഫൈൻ ചെയ്യാൻ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ സം ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ഡാഷ് ആൻഡ് ഡാഷ്. ഓൾറെഡി പറഞ്ഞതാണ്, സൈഡിൽ എഴുതിയും വെച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് എ സം ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. ഇറ്റ് ഈസ് സം ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. ഇറ്റ് ഈസ് എ സം ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. ഓക്കെ ആണല്ലോ? യെസ്. അതിന്റെ കൂടെ 2 സാധനങ്ങളോട് ഡിഫൈൻ ചെയ്യണം. ഒന്ന് അറ്റോമിക് നമ്പർ. എങ്ങനെയാണ് ജനറലി അറ്റോമിക് നമ്പറിനെ ഡിഫൈൻ ചെയ്യുക? ഹൗ ക്യാൻ വി ഡിഫൈൻ അറ്റോമിക് നമ്പർ? ജനറലി ഡിഫൈൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് പ്രോട്ടോൺസ്. നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്നാണ് എന്തിനെ ഡിഫൈൻ ചെയ്യുക? അറ്റോമിക് നമ്പറിനെ ഡിഫൈൻ ചെയ്യുക. ഇറ്റ് ഈസ് ജനറലി ഡിഫൈൻഡ് ആസ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. അല്ലെങ്കിൽ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി സാധിക്കും? അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ ആറ്റത്തിന്റെ കേസിലാണെങ്കിൽ മാത്രം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് വേണേൽ എന്ത് ചെയ്യാം? ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ഈസ് കോൾഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. എപ്പോഴാ? ന്യൂട്രൽ ആറ്റം കൺസിഡർ ചെയ്യുമ്പോൾ മാത്രമാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ ജനറലി ടെക്സ്റ്റ് ബുക്ക് ഡെഫിനേഷൻ പ്രകാരം പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കണം? നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് തന്നെ പഠിക്കണം. ഒരു ന്യൂട്രൽ ആറ്റത്തിന്റെ കേസിലാണ് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് കൂടി ഡിഫൈൻ ചെയ്യാം. ഓക്കെ ആണല്ലോ? അറ്റോമിക് നമ്പർ എന്നുള്ള കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? അറ്റോമിക് നമ്പർ എന്നുള്ള കൺസെപ്റ്റ്. അതിനു മുമ്പ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിമ്പൽ ഏതാണ്? ഇസഡ് ആണ്. മാസ് നമ്പർ എ ആണ് അല്ലെ? അപ്പൊ ഒരു എലിമെന്റിനെ ജനറലി എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക? എലിമെന്റിനെ ജനറലി എക്സ്പ്രസ് ചെയ്യുന്ന അറ്റോമിക് നമ്പറിനെയും മാസ് നമ്പറിനെയും കേസിൽ എങ്ങനെയാണ് ജനറലി ഒരു എലിമെന്റിനെ ഡിഫൈൻ ചെയ്യുക? എക്സ് സെഡ് എ അല്ലെ? അറ്റോമിക് നമ്പർ എന്ത് വരും? താഴെ വരും. മാസ് നമ്പർ എവിടെ വരും? മുകളിൽ വരും അല്ലെ? ഈ ഒരു രീതിയിലാണ് ജനറലി എന്ത് ചെയ്യുക? എലിമെന്റിനെ ഡിഫൈൻ ചെയ്യുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അറ്റോമിക് നമ്പർ എന്നുള്ള കൺസെപ്റ്റ് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? അറ്റോമിക് നമ്പർ എന്നുള്ള കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഹെൻറി മോസ്ലിയാണ്. നമ്മൾ ഇന്റർ റിലേറ്റഡ് ആയിട്ട് കുറെ പോയിന്റുകൾ പറയും. ഇത് പീരിയോഡിക് ടേബിൾ എന്നുള്ള ടോപ്പിക്കിൽ വരുന്നതാണ്. എന്നാലും കുഴപ്പമില്ല, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചോ. ഹെൻറി മോസ്ലിയാണ് എന്ത് ചെയ്യുക? ഈ പറഞ്ഞ അറ്റോമിക് നമ്പറിന്റെ കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. 1913 1913 എന്ത് പ്രപ്പോസ് ചെയ്യപ്പെട്ടത്? ഹെൻറി മോസ്ലിയാണ് എന്ത് പ്രപ്പോസ് ചെയ്തത്? മോഡേൺ പീരിയോഡിക് ടേബിൾ. മോഡേൺ പീരിയോഡിക് ടേബിൾ പ്രപ്പോസ് ചെയ്യപ്പെട്ട വർഷം ഏതാണ്? 1930. ആരാണ് പ്രപ്പോസ് ചെയ്തത്? ഹെൻറി മോസ്ലി. ആ ഒരു സമയത്ത് തന്നെയാണ് എന്ത് പ്രപ്പോസ് ചെയ്തത്? അറ്റോമിക് നമ്പർ എന്നുള്ള ടേമും പ്രപ്പോസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ആൾ ഓർത്ത് വെക്കുക, ഹെൻറി മോസ്ലി അല്ലെ? ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്ത് വെക്കേണ്ട എന്താണ്? മോഡേൺ പീരിയോഡിക് ലോ ഓർത്ത് വെക്കണം. എന്താണ് മോഡേൺ പീരിയോഡിക് ലോയിൽ പറയുക? പ്രോപ്പർട്ടീസ് ഓഫ് എലിമെന്റ്സ് ആർ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ദെയർ ഡാഷ്. പ്രോപ്പർട്ടീസ് ഓഫ് എലിമെന്റ്സ് ആർ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ദെയർ അറ്റോമിക് നമ്പർ. ഒരു എലിമെന്റിന്റെ ഫിസിക്കൽ ആയിട്ടുള്ള പ്രോപ്പർട്ടി അല്ലെങ്കിൽ കെമിക്കൽ ആയിട്ടുള്ള പ്രോപ്പർട്ടി എന്നുള്ളത് എന്തിന്റെ ഫംഗ്ഷൻ ആണ്? ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്താണ്? അറ്റോമിക് നമ്പറിന്റെ ഫംഗ്ഷൻ ആണ് അല്ലെ? അത് ഏത് ലോ ആണ്? മോഡേൺ പീരിയോഡിക് ലോ ആണ്. ആരാണ് മോഡേൺ പീരിയോഡിക് ലോ പ്രപ്പോസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആര് തന്നെയാണ്? ഹെൻറി മോസ്ലി ആണ്. മോഡേൺ പീരിയോഡിക് ടേബിൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് രൂപപ്പെടുത്തിയിട്ടുണ്ടാവുക അല്ലെ? അറ്റോമിക് നമ്പറിന്റെ ഇൻക്രീസിംഗ് ഓർഡറിലാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ രൂപപ്പെടുത്തിയിട്ടുണ്ടാവുക. അതുവരെ ഉണ്ടായിരുന്ന പീരിയോഡിക് ടേബിൾ ജസ്റ്റ് എക്സ്ട്രാ പോയിന്റ് ആണ്, ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തതല്ല. പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിങ്ങൾ പഠിക്കുന്നതാണ്. അപ്പം എക്സ്ട്രാ പോയിന്റ് ആയിട്ട് ഓർത്ത് വെച്ചാൽ മതി. അതുവരെ ഉണ്ടായിരുന്ന പീരിയോഡിക് ടേബിൾസ് ഏതൊക്കെയായിരുന്നു? ഡോബറേനിയസ് ട്രയാഡ്സ് ഉണ്ട്, ന്യൂലൻസ് ലോ ഓഫ് ഒക്ടേവ്സ് ഉണ്ട്, അതേപോലെ ലോത്തർ മേയറിന്റെ ഉണ്ട്, പിന്നെ ഏതാണ്? ലോത്തർ മേയറിന്റെ ഉണ്ട്. പിന്നെ മെന്റലീവ്സ്, ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്നറിയപ്പെടുന്ന മെന്റലീവ്സിന്റെ പീരിയോഡിക് ടേബിൾ ഉണ്ട്. പീരിയോഡിക് ടേബിൾ. ഇത്രയും സാധനം പ്രപ്പോസ് ചെയ്യപ്പെട്ടത് എന്തിന്റെ ഇൻക്രീസിംഗ് ഓർഡറിലായിരുന്നു? പീരിയോഡിക് പ്രോപ്പർട്ടീസ്. ഒരു എലിമെന്റിന്റെ പീരിയോഡിക് പ്രോപ്പർട്ടി എന്നുള്ളത് അറ്റോമിക് മാസിന്റെ ഫംഗ്ഷൻ ആണ് എന്നുള്ള രീതിയിലാണ് അത്രയും കാലത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവുക? പീരിയോഡിക് ടേബിൾ ഫോം ചെയ്തിട്ടുണ്ടാവുക. അതിൽ നിന്നൊരു വ്യത്യാസം വന്നത് എവിടെയാണ്? ഈ പറഞ്ഞ ഹെൻറി മോസ്ലി പ്രപ്പോസ് ചെയ്ത മോഡേൺ പീരിയോഡിക് ലോയിലാണ്, അല്ലെങ്കിൽ മോഡേൺ പീരിയോഡിക് ടേബിൾ വഴിയാണ്. ഓക്കെ ആണല്ലോ? അറ്റോമിക് നമ്പർ എന്താണെന്നൂടെ മനസ്സിലാക്കി വെക്കുക. ഇനി 2 സാധനങ്ങളോടെ ഈ ഒരു ടേമുമായിട്ട് റിലേറ്റ് ചെയ്ത് മനസ്സിലാക്കി വെക്കാനുണ്ട്. ഏതാണ്? ഒന്ന് ഐസോടോപ്പ്. എന്താണ് ഐസോടോപ്പ് എന്ന് പറയുക? എന്താ ഐസോടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആറ്റംസ് ഓഫ് സെയിം എലിമെന്റ്സ് ഹാവിംഗ് സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെന്റ് മാസ് നമ്പർ.
ഞാൻ എ എന്ന് എഴുതുവാണ്, മനസ്സിലാക്കി വെച്ചാൽ മതി. സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെന്റ് മാസ് നമ്പർ. അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും, പക്ഷെ മാസ് നമ്പർ ഡിഫറെന്റ് ആണെങ്കിൽ അത് ഏത് എലിമെന്റിനാണ് അറ്റോമിക് നമ്പർ? എപ്പോഴും ഒരു എലിമെന്റിന് മാത്രമാണ് ഒരു അറ്റോമിക് നമ്പർ ഒരു എലിമെന്റിന് അസൈൻഡ് ആയിരിക്കും അല്ലെ. അപ്പൊ ഒരു എലിമെന്റിന് തന്നെ ഡിഫറെന്റ് ആറ്റംസ് ആയിരിക്കും. പക്ഷെ എന്താണ് ഡിഫറെന്റ് ആയിട്ട് വരിക അവിടെ? മാസ് നമ്പർ ഡിഫറെന്റ് ആണ്, പക്ഷെ എന്താണ്? അറ്റോമിക് നമ്പർ സെയിം ആണ്. ഓക്കെ ആണല്ലോ. എക്സാമ്പിൾ ഏതൊക്കെ? എക്സാമ്പിൾ ഐസോടോപ്സ് ഓഫ് കാർബൺ. ഐസോടോപ്സ് ഓഫ് കാർബൺ C6. അറ്റോമിക് നമ്പർ എത്രയാണ്? 6 ആണ് കാർബണിന്റെ അല്ലെ. C13 6. അതേപോലെ C6 14. C6 14. ഓക്കെ ആണല്ലോ. ഐസോടോപ്സ് ഓഫ് കാർബൺ. എക്സാമ്പിൾ ഐസോടോപ്സ് ഓഫ് കാർബൺ. ഏതൊക്കെയാണ് ഐസോടോപ്പ്? ഇതിലും 2-3 പ്രീവിയസ് ഇയർ ഉണ്ട്. ഒന്ന് റിലേറ്റീവ് അറ്റോമിക് മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഐസോടോപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിലേറ്റീവ് അറ്റോമിക് മാസ്. റിലേറ്റീവ് അറ്റോമിക് മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഐസോടോപ്പ്. ഇതെല്ലാം പ്രീവിയസ് ഇയർ തന്നെയാണ്, നമ്മൾ ചോദ്യമായിട്ട് എടുത്തിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ നിന്ന് പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആ പോയിന്റുകളെല്ലാം പറഞ്ഞു വേണം പോവാൻ. ഇപ്പൊ റിലേറ്റീവ് അറ്റോമിക് മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഐസോടോപ്പ് ഓഫ് കാർബൺ ചോദിച്ചു കഴിഞ്ഞാൽ C12 ആണ്. അതേപോലെ കാർബൺ ഡേറ്റിംഗ് എന്ന് പറഞ്ഞ ഫിനോമിനൻ അല്ലെങ്കിൽ പ്രോസസ്സിൽ പ്രക്രിയയിൽ യൂസ് ചെയ്യുന്ന ഐസോടോപ്പ് ഓഫ് കാർബൺ ചോദിച്ചു കഴിഞ്ഞാൽ C14 ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ കാർബൺ ഡേറ്റിംഗ്. എന്താണ് കാർബൺ ഡേറ്റിംഗ് എന്നൂടെ മനസ്സിലാക്കി വെക്കണം. കാർബൺ ഡേറ്റിംഗിൽ യൂസ് ചെയ്യുന്ന ഐസോടോപ്പ് ഏതാണെന്ന് ആദ്യം ഓർത്ത് വെക്കുക. C14 ആണ്. ഐസോടോപ്പ് ഓഫ് കാർബൺ വിച്ച് ഈസ് യൂസ്ഡ് ഇൻ കാർബൺ ഡേറ്റിംഗ് ഏതാണ്? C14 ആണ്. അപ്പൊ എന്താണ് കാർബൺ ഡേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കാർബൺ ഡേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. കാർബൺ കണ്ടെയ്നിങ് ആയിട്ടുള്ള ചില കോമ്പൗണ്ട്സിന്റെ ഏജ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി നടത്തുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുക? കാർബൺ ഡേറ്റിംഗ് എന്ന് പറയുക. കാർബൺ കണ്ടെയ്നിങ് ആയിട്ടുള്ള കുറച്ച് കോമ്പൗണ്ട്സിന്റെ ഏജ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി നടത്തുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുക? ഈ പറഞ്ഞ കാർബൺ ഡേറ്റിംഗ് എന്ന് പറയുക. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ കാർബൺ ഡേറ്റിംഗ് എന്തിന്റെയൊക്കെ ആയിരിക്കും? ഫോസിൽസ്, അതേപോലെ ചില പ്ലാന്റ്സ്, ഇതിന്റെയൊക്കെ ഏജ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് കാർബൺ ഡേറ്റിംഗ്. അപ്പൊ കാർബൺ ഡേറ്റിംഗിൽ യൂസ് ചെയ്യുന്ന ഐസോടോപ്പ് ഏതാണ്? C14 ആണ്. C14 ആണ്. ഓക്കെ ആണല്ലോ. അതേപോലെ മറ്റൊരു ഐസോടോപ്പ് കൂടി ഇമ്പോർട്ടന്റ് ആണ്. ഈയിടെ ആയിട്ട് എക്സാംസിന് ചോദിച്ചു കാണുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്റ്റും അതിൽ പറയാം. അപ്പൊ ഒന്നാമത്തെ കാർബൺ ഐസോടോപ്സ് ഓർത്ത് വെക്കുക. രണ്ടാമത്തത് ഹൈഡ്രജൻ ഐസോടോപ്പ്. ഹൈഡ്രജൻ ഐസോടോപ്പ്. ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? അറ്റോമിക് നമ്പർ ഓഫ് ഹൈഡ്രജൻ 1 ആണ് അല്ലെ. അറ്റോമിക് നമ്പർ ഓഫ് ഹൈഡ്രജൻ 1 ആണ്. അപ്പൊ ഒന്നാമത്തേത് മാസ് നമ്പർ 1 വരുന്ന ഐസോടോപ്പ്, രണ്ടാമത്തേത് മാസ് നമ്പർ 2 വരുന്ന ഐസോടോപ്പ്, മൂന്നാമത്തേത് മാസ് നമ്പർ 3 വരുന്ന ഐസോടോപ്പ് അല്ലെ. ഈ 3 ഐസോടോപ്പുകളാണ് ഹൈഡ്രജന്റെ കേസിൽ പറയാം അല്ലെ. ഏതൊക്കെയാണ്? പ്രൊട്ടിയം, ഡ്യൂറ്റീരിയം. ഇതേതാണ്? H1 അല്ലെ. മാസ് നമ്പർ 1 വരുന്നത് പ്രൊട്ടിയം, മാസ് നമ്പർ 2 വരുന്ന ഏതാണ്? ഡ്യൂറ്റീരിയം, മാസ് നമ്പർ 3 വരുന്ന ഏതാണ്? മാസ് നമ്പർ 3 വരുന്നത് ട്രിഷ്യം അല്ലെ. പ്രൊട്ടിയം, ഡ്യൂറ്റീരിയം, ട്രിഷ്യം. ഓക്കെ ആണല്ലോ. ഇതിൽ മനസ്സിലാക്കി വെക്കേണ്ടത് D2O എന്ന് പറഞ്ഞാൽ എന്താണ്? D2O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി വാട്ടർ എന്നറിയപ്പെടുന്നു. ഹെവി വാട്ടർ എന്നറിയപ്പെടുന്നതാണ് D2O അല്ലെ. D2Oയിൽ കണ്ടെയ്ൻ ചെയ്യുന്ന ഏത് ഐസോടോപ്പാണ്? D2Oയിൽ കണ്ടെയ്ൻ ചെയ്യുന്നത് ഡ്യൂറ്റീരിയം ആണ് അല്ലെ. ഡ്യൂറ്റീരിയം ആണ്. D2Oയിൽ വരുന്ന ഐസോടോപ്പ് ഓഫ് ഹൈഡ്രജൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഡ്യൂറ്റീരിയം ആണ്. D2O എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. എന്താണ് D2O എന്നും കൂടെ മനസ്സിലാക്കുക. ഹാർഡ് വാട്ടർ അല്ല, ഹാർഡ് വാട്ടർ സെപ്പറേറ്റ് ആണ്. ഹെവി വാട്ടർ എന്നറിയപ്പെടുന്ന വാട്ടറിൽ കണ്ടെയ്ൻ ചെയ്യുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? D2O ആണ്. D2O ആണ്. അല്ലെങ്കിൽ എന്താണ് കണ്ടെയ്ൻ ചെയ്യുക? അതിൽ ഡ്യൂറ്റീരിയം ആണ് കണ്ടെയ്ൻ ചെയ്യുക. ഓക്കെ ആണല്ലോ. ഇവിടെ ഒരു ടേം കൂടെ ഡിഫൈൻ ചെയ്യാനുണ്ട്. ഏതാണ്? ഐസോബാർസ്. ഐസോബാർസ് കൂടെ ഡിഫൈൻ ചെയ്യണം. എന്താണ് ഐസോബാർസ്? ഐസോടോപ്പ് എന്താന്ന് പറഞ്ഞു? സെയിം അറ്റോമിക് നമ്പർ ആണ്, പക്ഷെ ഡിഫറെന്റ് മാസ് നമ്പർ ആണ്. സെയിം അറ്റോമിക് നമ്പർ ആണ്, പക്ഷെ ഡിഫറെന്റ് മാസ് നമ്പർ ആണ്. ഓക്കെ ആണല്ലോ. ഇവിടെ എന്താ? ഇവിടെ എങ്ങനെയായിരിക്കും പറയാൻ പറ്റുക? ഐസോബാർസിന്റെ കേസിൽ സെയിം മാസ് നമ്പർ ആയിരിക്കും, പക്ഷെ ഡിഫറെന്റ് അറ്റോമിക് നമ്പർ ആയിരിക്കും. സെയിം മാസ് നമ്പർ ആയിരിക്കും, പക്ഷെ ഡിഫറെന്റ് അറ്റോമിക് നമ്പർ ആയിരിക്കും അല്ലെ. അപ്പൊ എന്താണ്? ആറ്റംസ് ഓഫ് ഡിഫറെന്റ് എലിമെന്റ്സ് ആണ്. ഒന്നിൽ കൂടുതൽ എലിമെന്റ്സിന്റെ ആറ്റത്തിനാണ് ഐസോബാർസിൽ വരിക. ഓക്കെ. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ഞാൻ ഇപ്പൊ പറയുന്നില്ല, കാരണം ഭയങ്കര ഡെപ്ത് ആയിപ്പോ. അപ്പം ഐസോബാർസ് എന്താണ്, ഐസോടോപ്പ് എന്താണ് ജസ്റ്റ് മനസ്സിലാക്കുക. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് മാസ് നമ്പറിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം, ഇതാണ് ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യം. യെസ്. അടുത്തത് നെക്സ്റ്റ് ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കോൾഡ് വാലൻസ് ഇലക്ട്രോൺസ്? വാലൻസ് ഇലക്ട്രോൺസ് എന്നറിയപ്പെടുന്നത് എന്താണ്? വാലൻസ് ഇലക്ട്രോൺസ് എന്നറിയപ്പെടുന്നത് എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കോൾഡ് വാലൻസ് ഇലക്ട്രോൺസ്? ഇലക്ട്രോൺസ് വിച്ച് ആർ പ്രസന്റ് ഇൻസൈഡ് ദ ന്യൂക്ലിയസ് ആണോ?
ന്യൂക്ലിയസിന്റെ അകത്ത് എന്തെങ്കിലും ഇലക്ട്രോൺ ഉണ്ടോ? ഇല്ല. ഓൾറെഡി പറഞ്ഞല്ലേ. ഓൾറെഡി എന്താ പറഞ്ഞ? ന്യൂക്ലിയസിന്റെ അകത്ത് ഇലക്ട്രോൺ ആണോ വരുന്നത്? അല്ല, പ്രോട്ടോണും ന്യൂട്രോൺസും ആണ് വരിക. അതിനാണ് ന്യൂക്ലിയോൺസ് എന്നുള്ള പേരിൽ അറിയപ്പെടുക. ദ ഇലക്ട്രോൺസ് പ്രസന്റ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് ആൻ ആറ്റം. പിന്നെ ഏതാണ് ഓപ്ഷൻ ആയിട്ട് പറയുന്നത്? ഇലക്ട്രോൺസ് വിച്ച് ഹാവ് നോ ഇലക്ട്രിക് ചാർജ്. ദ ഇലക്ട്രോൺസ് പ്രസന്റ് ഇൻ ദ ഇന്നർ മോസ്റ്റ് ഷെൽ ഓഫ് ആൻ ആറ്റം. ഏതാണ് ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ ബി ആണ്. ഒരാറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ കാണപ്പെടുന്ന ഇലക്ട്രോൺസ് അതിനെയാണെന്ന് പറയുക? വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുക, അല്ലെ? അങ്ങനെയാണെങ്കിൽ വാലൻസി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വാലൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ കാണപ്പെടുന്ന ഇലക്ട്രോൺസ് എന്താണ്? ഒരാറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ കാണപ്പെടുന്ന ഇലക്ട്രോൺസ് വാലൻസ് ഇലക്ട്രോൺസ് ആണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിനെ പറയുന്ന പേര് വാലൻസ് ഷെൽ എന്നാണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിനെ പറയുന്ന പേര് വാലൻസ് ഷെൽ എന്നാണ്. പിന്നെന്താണ് മനസ്സിലാക്കി വെക്കേണ്ടത്? എന്താണ് വാലൻസി? വാട്ട് ഈസ് വാലൻസി? പീരിയോഡിക് പ്രോപ്പർട്ടി ആയിട്ടൊക്കെ ഡിഫൈൻ ചെയ്യാറുണ്ട്. എന്നാലും എന്താണ് വാലൻസി എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കണം. എന്താണ് വാലൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വാട്ട് ഈസ് വാലൻസി? വാലൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺസിന്റെ എണ്ണം 8 ആയാൽ മാത്രമേ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ശ്രദ്ധിച്ചു കേട്ടോ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺസിന്റെ എണ്ണം 8 ആയാൽ മാത്രമേ എന്ത് കംപ്ലീറ്റ് ചെയ്യുള്ളൂ? ഒക്ടെറ്റ് കംപ്ലീറ്റ് ആവുള്ളൂ, അല്ലെ? ഒക്ടെറ്റ് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വരുന്ന കണ്ടീഷൻ ആണെന്ന് പറയാ ഒക്ടെറ്റ് എന്ന് പറയാം. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് വരുന്ന കണ്ടീഷൻ എന്ത് പറയും? ഡുപ്ലെറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ഡുവറ്റ് റൂൾ എന്നൊക്കെ പറയും. ഡുപ്ലെറ്റ്. ഈ ഡുപ്ലെറ്റ് എന്ന് പറയുന്ന ആരുടെ കേസിലാണ്? ഹൈഡ്രജന്റെയും ഹീലിയത്തിന്റെയും കേസിൽ മാത്രമേ ഉള്ളൂ. അതായത് ഹൈഡ്രജൻ ആറ്റവും ഹീലിയം ആറ്റവും സ്റ്റേബിൾ ആകാൻ വേണ്ടി അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് വരണം? 2 ഇലക്ട്രോൺസ് വരണം. ഓക്കെ ആണല്ലോ. അതേസമയം ബാക്കിയുള്ള എല്ലാ എലിമെന്റിന്റെയും കേസിൽ അവർ സ്റ്റേബിൾ ആകാൻ വേണ്ടി അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് വരണം? 8 ഇലക്ട്രോൺസ് വരണം. ഓക്കെ ആണല്ലോ. അതിനെയാണ് എന്ത് പറയാ? ഒക്ടെറ്റ് എന്ന് പറയാം. ഒക്ടെറ്റ് കംപ്ലീറ്റ് ആയെന്ന് പറയും, അല്ലെ? അപ്പൊ ഈ ഒക്ടെറ്റ് കംപ്ലീറ്റ് ആകണമെങ്കിൽ ഒന്നെങ്കിൽ കുറച്ച് ഇലക്ട്രോൺസിന് എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം, അല്ലെ? ഇപ്പൊ ഉദാഹരണം 3 ഇലക്ട്രോൺസ് ആണ് വാലൻസ് ഇലക്ട്രോൺസ് ആയിട്ട് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ളത് 3 ആണെങ്കിൽ വാലൻസ് എന്തായിരിക്കും? 3 തന്നെയാണ്. ആ 3 ഇലക്ട്രോണിനെ റിമൂവ് ചെയ്താൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ? ഈ പറഞ്ഞ നെക്സ്റ്റ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വരികയുള്ളൂ, അല്ലെ? അപ്പൊ അല്ലെങ്കിൽ 5 വാലൻസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? 3 ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് വരണം, അല്ലെ? അപ്പൊ എത്ര ഇലക്ട്രോൺസ് വരികയോ അല്ലെങ്കിൽ എത്ര ഇലക്ട്രോൺസ് പോവുകയോ ചെയ്താലാണ് ഒരു എലിമെന്റ് സ്റ്റേബിൾ ആവുക എന്നുള്ളതിന്റെ മെഷറിനെയാണ് എന്ത് പറയാ? വാലൻസി എന്ന് പറയുക, അല്ലെ? വാലൻസി എന്ന് പറയുക. അപ്പൊ അതിന്റെ പോയിന്റ് കൂടെ ഓർത്ത് വെക്കണം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് കമ്പൈനിങ് കപ്പാസിറ്റി ഓഫ് ആൻ എലിമെന്റ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് കമ്പൈനിങ് കപ്പാസിറ്റി ഓഫ് ആൻ എലിമെന്റ്. ഒരു എലിമെന്റിന്റെ കമ്പൈനിങ് കപ്പാസിറ്റി എന്നാണ് എന്തിനെ ഡിഫൈൻ ചെയ്യുക? വാലൻസിനെ ഡിഫൈൻ ചെയ്യുക. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു എത്ര വാലൻസ് ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ എത്ര ഇലക്ട്രോൺസ് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഒക്ടെറ്റ് കംപ്ലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു എലിമെന്റ് സ്റ്റേബിൾ ആവുക. അതിനെയാണ് എന്ത് പറയുക? വാലൻസ് എന്ന് പറയുക. അതിനെ തന്നെയാണ് കമ്പൈനിങ് കപ്പാസിറ്റി ഓഫ് എലിമെന്റ് എന്ന് പറയുക. അത് എന്തുകൊണ്ടാണ് കമ്പൈനിങ് കപ്പാസിറ്റി ഓഫ് എലിമെന്റ് എന്ന് പറയുക? കാരണം ആറ്റംസ് സ്റ്റേബിൾ ആകാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ആറ്റംസ് സ്റ്റേബിൾ ആകാൻ വേണ്ടി ഒന്നെങ്കിൽ ഇലക്ട്രോൺസിനെ സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യുന്നു. അപ്പൊ ഇലക്ട്രോൺസിനെ സ്വീകരിക്കുന്നു, ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യുന്നത് പൊതുവെ എന്ത് വഴിയാണ്? കെമിക്കൽ കോമ്പിനേഷൻസ് വഴിയാണ്, മറ്റ് എലിമെന്റുകളുമായിട്ട് ചേർന്നിട്ടാണ്, അല്ലെ? കെമിക്കൽ ബോണ്ടിങ് വഴിയാണ്. സ്റ്റേബിൾ ആകാൻ വേണ്ടി 2 എലിമെന്റുകൾ തമ്മിൽ കമ്പൈൻ ചെയ്യുന്നതിനാണ് എന്താ പറയാ? കെമിക്കലി കമ്പൈൻ ചെയ്യുന്നതിനാണ് എന്താ പറയാ? കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയാം. അപ്പൊ വാലൻസി എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? കമ്പൈനിങ് കപ്പാസിറ്റി ആണ്. എന്തിന്റെ? ഏത് എലിമെന്റ് ആണോ കൺസിഡർ ചെയ്യുന്നത് അതിന്റെ കമ്പൈനിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണ്? വാലൻസി ആണ്. അപ്പൊ ഇത്രയും പോയിന്റ് കിട്ടിയെന്ന് മനസ്സിലാക്കുന്നു. ഒന്ന് ഒക്ടെറ്റ് ഓർത്ത് വെക്കുക, 2 ഡുപ്ലെറ്റ് ഓർത്ത് വെക്കുക. ഡുപ്ലെറ്റ് വരുന്ന എലിമെന്റുകൾ ഏതൊക്കെയാണ്? ഹൈഡ്രജനും ഹീലിയമാണ്. അതുപോലെ വാലൻസ് ഷെൽ എന്താണ്? വാലൻസ് ഇലക്ട്രോൺസ് എന്താണ്? വാലൻസി എന്താണ്? കത്തിയല്ലോ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സയന്റിസ്റ്റ് പെർഫോംഡ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് പെർഫോം ചെയ്ത ആരാണ്? ഓൾറെഡി പറഞ്ഞു, അറിയാമെങ്കിൽ ചാറ്റിൽ പറഞ്ഞു. ഗോൾഡ് ഫോയിൽ ഓപ്ഷൻ മാത്രം പറഞ്ഞാൽ മതി. ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് ആരുടെയാ? കുറച്ചു മുമ്പ് പറഞ്ഞ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സയന്റിസ്റ്റ് പെർഫോംഡ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ്? ജെ തോംസൺ ആണോ? അല്ല. ഏണസ്റ്റ് റുദർഫോർഡ് ആണോ? ഡാൽട്ടൺ ആണോ? ക്ലൗഡ് ബെർത്തോലറ്റ് ആണോ? ആരാ? ഏണസ്റ്റ് റുദർഫോർഡ് ആണ് എന്ത് ചെയ്തിട്ടുണ്ടാവുക? ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് പെർഫോം ചെയ്തിട്ടുണ്ടാവുക.
ഏണസ്റ്റ് റുദർഫോർഡ് പെർഫോം ചെയ്ത ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റിൽ യൂസ് ചെയ്ത പാർട്ടിക്കിൾസ്, ആൽഫ പാർട്ടിക്കിൾസിൽ കണ്ടെയ്ൻ ചെയ്യുന്ന അയോൺസ് ഏതാണ്? ആൽഫ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഏത് അയോൺസ് ആണ്? ഹീലിയം അയോൺസ് ആണ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. യൂസ് ചെയ്ത ഗോൾഡ് ഫോയിലിന്റെ തിക്നെസ് നമ്മൾ പറഞ്ഞിരുന്നു അബൌട്ട് 1000 ആറ്റംസ് തിക്ക് ആണ്. അബൌട്ട് 1000 ആറ്റംസ് തിക്ക് ആണ് യൂസ് ചെയ്ത ഗോൾഡ് ഫോയിലിന്റെ തിക്നെസ് എന്ന് പറയുക. പിന്നെന്താണ് മനസ്സിലാക്കി വെക്കേണ്ടത്? ന്യൂക്ലിയോൺസ് ഡിസ്കവർ ചെയ്തത്. അതേപോലെ പ്രോട്ടോൺസ് ഡിസ്കവർ ചെയ്തത് ചോദിച്ചു കഴിഞ്ഞാലും ജനറലി ആര് പറയാം? ഏണസ്റ്റ് റുദർഫോർഡ് പറയാം. അപ്പൊ രണ്ട് പോസിബിലിറ്റി ഉണ്ട്. ആ രണ്ട് പോസിബിലിറ്റി ഏതാന്ന് ഞാൻ പറയാം. ഒന്ന് പ്രോട്ടോൺസ് ഡിസ്കവർ ചെയ്ത് ആരായിട്ട് പറയാം? ഏണസ്റ്റ് റുദർഫോർഡ് ആയിട്ട് പറയാം. അല്ലെങ്കിൽ വേറൊരു ചോദ്യത്തിൽ നമ്മൾ ആ പോയിന്റ് കാണാം, അപ്പൊ അവിടെ പറഞ്ഞു വെക്കാം. ഇപ്പൊ മനസ്സിലാക്കുക, പ്രോട്ടോൺസ് ഡിസ്കവർ ചെയ്ത് ജനറലി എങ്ങനെ ചോദിക്കാറുണ്ട്? റുദർഫോർഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ റുദർഫോർഡ്സ് അറ്റോമിക് മോഡൽ, റുദർഫോർഡ്സ് അറ്റോമിക് മോഡൽ. പിന്നെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കി വെക്കേണ്ടത്, എന്താണ് റുദർഫോർഡ്സ് അറ്റോമിക് മോഡലിന്റെ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അപ്പൊ ഇതാണ് നമ്മൾ റുദർഫോർഡ്സ് അറ്റോമിക് മോഡലിന്റെ ജസ്റ്റ് ഒരു സ്ട്രക്ചർ വെച്ചിരുന്നു അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? റിവോൾവ് ചെയ്യുന്നു. ഓരോ ഓർബിറ്റിലുള്ള ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? റിവോൾവ് ചെയ്യുന്നു. അപ്പൊ റുദർഫോർഡ്സ് അറ്റോമിക് മോഡലിലെ ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എനർജി റേഡിയേഷന്റെ രൂപത്തിൽ നഷ്ടപ്പെട്ടിട്ട് ഈ പറഞ്ഞ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? ഓരോ ഓർബിറ്റ്സും അകത്തേക്ക് ജമ്പ് ചെയ്ത് ന്യൂക്ലിയസിലേക്ക് ഫോളോ ചെയ്യുന്നു. അതായത് റേഡിയേഷന്റെ രൂപത്തിൽ എനർജി നഷ്ടപ്പെടുകയും, എനർജി നഷ്ടപ്പെടുന്നത് വഴി ഓരോ ഇലക്ട്രോണും എന്ത് ചെയ്യുന്നു? ന്യൂക്ലിയസിലേക്ക് ഫോളോ ചെയ്യുകയും ചെയ്യുന്നു. അതാണ് എന്തിന്റെ ഡ്രോബാക്ക് എന്ന് പറയുക? റുദർഫോർഡ്സ് അറ്റോമിക് മോഡലിന്റെ ഡ്രോബാക്ക് എന്ന് പറയാം. അപ്പൊ അത് തിരുത്തിക്കൊണ്ടാണ് എന്ത് വന്നത്? അത് തിരുത്തിക്കൊണ്ടാണ് ബോർസ് അറ്റോമിക് മോഡൽ വന്നത്. ബോർസ് അറ്റോമിക് മോഡൽ എന്ന് പറയുന്ന ഇലക്ട്രോൺസ് സ്റ്റേബിൾ ആയിട്ട് ഫിക്സ്ഡ് പാത്തിൽ ഓർബിറ്റിൽ തന്നെ എന്ത് ചെയ്യുന്നു? റിവോൾവ് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. അപ്പം ഇവിടെ ജെ തോമസിന്റെ കാര്യം നമ്മൾ പറഞ്ഞത്, ജെ തോമസിന്റെ പ്ലം പുഡിംഗ് മോഡൽ ഓർത്ത് വെക്കുക. അതേപോലെ ഇലക്ട്രോൺ ഡിസ്കവർ ചെയ്ത ആൾ ഓർത്ത് വെക്കുക. ആരാണ്? ജെ തോംസൺ ആണ്. അതേപോലെ ഡാൽട്ടൺസ് അറ്റോമിക് തിയറി ആറ്റത്തെ പറ്റി പഠിക്കുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സാധനമാണ് ഡാൽട്ടൺസ് അറ്റോമിക് തിയറി. പ്രപ്പോസ് ചെയ്യപ്പെട്ട വർഷം 1808. എന്താണ് ഡാൽട്ടൺസ് അറ്റോമിക് തിയറി? പ്രപ്പോസ് ചെയ്യപ്പെട്ട വർഷം 1808. എന്താണ് ഡാൽട്ടൺസ് അറ്റോമിക് തിയറിയിൽ പറയുക? എല്ലാ മാറ്ററിലും ഇൻഡിവിസിബിൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ട്. ആ ഇൻഡിവിസിബിൾ ആയിട്ടുള്ള ഇൻഡിസ്ട്രക്റ്റബിൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെയാണ് എന്ത് പറയുക? ആറ്റം എന്ന് പറയുക അല്ലെ. എലിമെന്റ്സ് കൺസിസ്റ്റ് ഓഫ് ഇൻഡിവിസിബിൾ ഇൻഡിസ്ട്രക്റ്റബിൾ പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ്. എല്ലാ മാറ്ററിലും അല്ലെങ്കിൽ എല്ലാ എലിമെന്റ്സിലും എന്തുണ്ട്? ഇൻഡിവിസിബിൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ട്. അതിനെയാണ് എന്ത് പറയുക? ആറ്റം എന്ന് പറയുക. ഓക്കെ ആണല്ലോ. പിന്നെന്താ പറയുന്നത്? ഡാൽട്ടൺസ് അറ്റോമിക് തിയറിയിൽ 2 പോയിന്റോട് ജസ്റ്റ് പറയാം. പിന്നീട് പറയുന്നത്, ഒരു എലിമെന്റിലെ എല്ലാ ആറ്റവും എന്താണ്? ഐഡന്റിക്കൽ ആയിരിക്കും. ഡിഫറെന്റ് എലിമെന്റിന്റെ കേസിലാണെങ്കിലും അവരുടെ ആറ്റംസ് എന്ത് ചെയ്യും? പല പ്രോപ്പർട്ടീസിലും ഡിഫർ ചെയ്യും. ഓക്കെ ആണല്ലോ. ഒരു എലിമെന്റിന്റെ ആറ്റം ആണെങ്കിൽ, ഒരു എലിമെന്റിന്റെ അകത്ത് തന്നെയുള്ള ആറ്റംസ് ആണെങ്കിൽ അവരെന്താണ്? സിമിലർ ആയിരിക്കും. ഡിഫറെന്റ് എലിമെന്റ്സിലുള്ള ആറ്റംസ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ എന്താണ്? അത് ഡിഫർ ചെയ്യും, പ്രോപ്പർട്ടീസിൽ ഡിഫർ ചെയ്യും. മാസിലാണെങ്കിലും സൈസിലാണെങ്കിലും മറ്റു പ്രോപ്പർട്ടീസിലാണെങ്കിലും എന്ത് ചെയ്യും? ഡിഫർ ചെയ്യും. ഓക്കെ ആണല്ലോ. പിന്നെ ഒരു പോയിന്റ് കൂടെ ഓർത്ത് നോക്കണം, ആറ്റംസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഓക്കെ ആണല്ലോ. ആറ്റംസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അതാണ് ലാസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുക. ഓക്കെ ആണല്ലോ. അപ്പൊ ഡാൽട്ടൺസ് അറ്റോമിക് തിയറി പ്രപ്പോസ് ചെയ്യപ്പെട്ട വർഷം കൂടെ ഓർത്ത് ഏതാണ്? 1808. എല്ലാ മാറ്ററിലും എല്ലാ എലിമെന്റിലും എന്തുണ്ട്? ഇൻഡിവിസിബിൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ട്. ആ ഇൻഡിവിസിബിൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെയാണ് എന്ത് പറയുക? ആറ്റം എന്ന് പറയുക. ഓക്കെ ആണല്ലോ. 2 എലിമെന്റിന്റെ കേസിൽ ആറ്റംസ് എന്താണ്? ഡിഫറെന്റ് ആയിരിക്കും. സെയിം എലിമെന്റിന്റെ അകത്തുള്ള ആറ്റംസ് എന്താണ്? സിമിലർ ആയിരിക്കും. അതാണ് നെക്സ്റ്റ് പോയിന്റ്. പിന്നെന്താണ്? ആറ്റംസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഓക്കെ ആണല്ലോ. യെസ്. നെക്സ്റ്റ് ചോദ്യം. The number of atoms constituting a molecule is known as dash. Atomic mass ആണോ, atomicity ആണോ, atomic weight ആണോ, atomic number ആണോ? എന്താണ് മോളിക്യൂൾ? ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കണം അല്ലെ. എന്തോ അത് 1 or 2 ആറ്റംസ് കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്നതാണെന്ന് പറയാം. 1-ൽ കൂടുതൽ ആറ്റംസ് ഉണ്ടെങ്കിൽ മോളിക്യൂൾ എന്ന് പറയും. ആറ്റംസ് കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്നതാണ് മോളിക്യൂൾ അല്ലെ. അങ്ങനെയാണെങ്കിൽ ഒരാറ്റം മാത്രമേ ഉള്ളെങ്കിൽ എന്ത് പറയും? മോണോ അറ്റോമിക് എന്ന് പറയും. അതേപോലെ 2 ആറ്റം വരുവാണെങ്കിൽ എന്ത് പറയും? ഡൈ അറ്റോമിക് എന്ന് പറയും. അതേപോലെ ട്രൈ അറ്റോമിക് എന്ന് പറയും, ടെട്രാ അറ്റോമിക് എന്ന് പറയും, പോളി അറ്റോമിക് എന്ന് പറയും അല്ലെ. എന്താണ് ഈ, അതായത് മോളിക്യൂളിൽ എത്ര ആറ്റംസ് ഉണ്ട് എന്നുള്ളതിന്റെ മെഷറിനെ എന്താണ് പറയാ? അറ്റോമിസിറ്റി എന്നാണ് പറയാ. അറ്റോമിസിറ്റി. ഓക്കെ ആണല്ലോ. ഉദാഹരണം H2 എന്താണ്? 2 ആറ്റംസ് ഉണ്ട് അല്ലെ. 2 ആറ്റംസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സാധനം എന്താണ്? ഡൈ അറ്റോമിക് ആണ്. ഉദാഹരണം കിട്ടിയല്ലോ. അപ്പം
ജനറലി ഒരു എലിമെന്റിന്റെ കേസിൽ ഡിഫൈൻ ചെയ്യുക മോളിക്കുളായിട്ടാണ് ഡിഫൈൻ ചെയ്യുക. ഒരു മോളിക്യൂളിൽ എത്ര ആറ്റംസ് വരുന്നു എന്നുള്ളതിന്റെ മെഷറിനെ പറയുന്ന പേരെന്താണ്? അറ്റോമിസിറ്റി എന്ന് പറയും. അറ്റോമിസിറ്റി ഒന്നെങ്കിൽ മോണോ അറ്റോമിക് ആയിരിക്കും, അല്ലെങ്കിൽ ഡൈ അറ്റോമിക് ആയിരിക്കും, ട്രൈ അറ്റോമിക് ആയിരിക്കും, ടെട്രാ അറ്റോമിക് ആയിരിക്കും. ആ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുക, ഈ ഒരു അറ്റോമിസിറ്റിയുടെ ക്ലാസിഫിക്കേഷൻ പോവുക. ഓക്കെ ആണല്ലോ? യെസ്. അടുത്ത ചോദ്യം, which of the following matches is not correct about the discovery of fundamental particle? ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസിന്റെ ഡിസ്കവറിയെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് തെറ്റ്? പെട്ടെന്നൊന്ന് നോക്കി ഓടിച്ചു നോക്കി, എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ആൽഫ പാർട്ടിക്കിൾ ജെ തോംസൺ, ഇലക്ട്രോൺ ജെ തോംസൺ, പ്രോട്ടോൺ ഇ ഗോൾഡ്സ്റ്റീൻ, ന്യൂട്രോൺ ചാഡ്വിക്. ഏതെങ്കിലും കിട്ടുന്നുണ്ടോ? അപ്പൊ ഞാൻ വേറൊരു സാധനം പറഞ്ഞിരുന്നു, പ്രോട്ടോണിന്റെ കേസിൽ ഒരു പോസിബിലിറ്റിയും കൂടെ ഉണ്ട്, ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോസിബിലിറ്റിയും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു അല്ലേ? യെസ്, ആൻസർ ആയിട്ട് വരിക ഏതാണ് തെറ്റായിട്ടുള്ള? ആൽഫ പാർട്ടിക്കിൾ ജെ തോംസൺ. ഈ ഒരു കോമ്പിനേഷൻ ആണ് തെറ്റായിട്ടുള്ളത് അല്ലെ? ആൽഫ പാർട്ടിക്കിൾ ജെ തോംസൺ, ഈ ഒരു കോമ്പിനേഷൻ തെറ്റാണ്. ഇലക്ട്രോൺ ജെ തോംസൺ ആണോ? ഓൾറെഡി പറഞ്ഞാണ്. ന്യൂട്രോൺ ചാഡ്വിക്, അത് ഓൾറെഡി പറഞ്ഞു. നമ്മൾ പ്രോട്ടോണിന്റെ കേസിൽ പറഞ്ഞ ആരാണ്? ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. അപ്പൊ ഗോൾഡ്സ്റ്റീൻ എങ്ങനെ വന്നു? ഗോൾഡ്സ്റ്റീൻ വന്നത് പോസിറ്റീവ് റേസ് അല്ലെങ്കിൽ കനാൽ റേസ് എന്നുള്ള എക്സ്പെരിമെന്റ് വഴി, പോസിറ്റീവ് റേസ് അല്ലെങ്കിൽ കനാൽ റേസ് എക്സ്പെരിമെന്റ് വഴി പ്രോട്ടോൺസിനെ ഡിസ്കവർ ചെയ്ത ആളെന്ന് വേണേ ആരെ വിശേഷിപ്പിക്കാം? ഗോൾഡ്സ്റ്റീനെ വിശേഷിപ്പിക്കാം. ഇപ്പൊ രണ്ട് രീതിയിൽ ചോദിക്കാം, ഒന്നെങ്കിൽ റുദർഫോർഡ് ഡിസ്കവർ ചെയ്തു എന്ന് പറയാം, അല്ലെങ്കിൽ ഗോൾഡ്സ്റ്റീൻ ഡിസ്കവർ ചെയ്തു എന്ന് പറയാം. എന്ത് ഡിസ്കവർ ചെയ്ത കാര്യമാണ് പറയുന്നത്? പ്രോട്ടോൺ ഒന്നെങ്കിൽ റുദർഫോർഡ് ഡിസ്കവർ ചെയ്തു എന്ന് പറയാം, അല്ലെങ്കിൽ ഗോൾഡ്സ്റ്റീൻ ഡിസ്കവർ ചെയ്തു എന്ന് പറയാം. പോയിന്റ് കിട്ടിയല്ലോ? ഒന്നെങ്കിൽ ഗോൾഡ്സ്റ്റീൻ അല്ലെങ്കിൽ റുദർഫോർഡ്. ഇപ്പൊ ഈ ജനറലി രണ്ടുകൂടെ വരികയാണെങ്കിൽ നമ്മൾ ഏതാണ് കൊടുക്കുക? നമ്മൾ രണ്ടുകൂടെ വരികയാണെങ്കിൽ റുദർഫോർഡ് ആണ് കൊടുക്കുക. ഓക്കെ ആണല്ലോ? പിന്നെ ചില കേസിൽ എങ്ങനെ പറയാറുണ്ട്? പ്രോട്ടോൺ ഡിസ്കവർ ചെയ്തത് ഗോൾഡ്സ്റ്റീനും നെയിം ചെയ്തത് റുദർഫോർഡും ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ 3-4 രീതിയിൽ ഡിഫൈൻ ചെയ്യാൻ ചോദ്യം അതേപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള രീതിയിൽ ചോദിച്ചു കണ്ടിട്ടില്ല. അപ്പോൾ പൊതുവേ റുദർഫോർഡ് ആണ് ഓപ്ഷൻസിൽ വരിക. ഇല്ലെങ്കിൽ എന്തിനുള്ള പോസിബിലിറ്റി ഉണ്ട്? ഗോൾഡ്സ്റ്റീനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുകൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണല്ലോ? യെസ്. അടുത്തത്, പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള അയോണിനെ എന്ത് വിശേഷിപ്പിക്കുന്നു? പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺ ഈസ് കോൾഡ് ഡാഷ്. ന്യൂട്രാലിയോൺ, ആനയോൺ, ആറ്റം, കാറ്റയോൺ. ഏതാണ്? പ്രത്യേകിച്ച് ഡെഫിനേഷൻ ഒന്നും ആവശ്യമില്ല. പോസിറ്റീവ്ലി ചാർജ്ഡ് അയോണിനെ എന്ത് പറയും? കാറ്റയോൺ എന്ന് പറയും. ഓക്കെ ആണല്ലോ? നെഗറ്റീവ്ലി ചാർജ്ഡ് അയോണിനെ എന്ത് പറയും? ആനയോൺ എന്ന് പറയും അല്ലെ? നെഗറ്റീവ്ലി ചാർജ്ഡ് അയോണിനെ എന്ത് പറയും? ആനയോൺ എന്ന് പറയും. ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ ഇവിടെ വേറെന്തെങ്കിലും മനസ്സിലാക്കാനുണ്ടോ? കൺഫ്യൂഷൻ തരുന്ന കുറച്ച് സാധനങ്ങളുണ്ട് അല്ലെ? എന്താണ് കൺഫ്യൂഷൻ തരുന്ന കുറച്ച് സാധനങ്ങൾ? ഒന്ന് ക്യാഥോഡ്. എന്താണ് ക്യാഥോഡ്? എന്താണ് ആനോഡ്? ക്യാഥോഡ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് ഇലക്ട്രോഡുകളാണ് ഒരു ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്യുന്ന ഇലക്ട്രോഡാണ് എന്തെന്ന് പറയുക? ക്യാഥോഡ് എന്ന് പറയുക. ഒരു ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്യുന്ന ഇലക്ട്രോഡാണ് ഏതെന്ന് പറയുക? ആനോഡ് എന്ന് പറയാം. അപ്പൊ കാറ്റയോൺ ആനയോണും ക്യാഥോഡ് ആനോഡും തമ്മിൽ കൺഫ്യൂഷൻ വരരുത്. ക്യാഥോഡ് ഏത് ടെർമിനലുമായിട്ടാണ് കണക്ട് ചെയ്യുക, അതേപോലെ ആനോഡ് ഏത് ടെർമിനലുമായിട്ടാണ് കണക്ട് ചെയ്യുക എന്നുള്ള കാര്യം എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെക്കണം. കാര്യം മനസ്സിലാക്കി വെച്ചാൽ മാത്രമേ കൺഫ്യൂഷൻ വരാതിരിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് കാറ്റയോണും ആനയോണും കാഥോഡും കൂടെ തന്നെ ഓർത്ത് വെക്കുക, കൺഫ്യൂഷൻ വരരുത്. ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിനോട് കണക്ട് ചെയ്യുന്ന ഏതാണ്? കാഥോഡും. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിനോട് കണക്ട് ചെയ്യുന്ന ഏതാണ്? ആനോഡും. അതേസമയം പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? കാറ്റയോൺ. നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ആനയോൺ ആണ്. ഓക്കെ ആണല്ലോ? അതേപോലെ അയോണിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്, NTPCയിൽ ചോദിച്ചാണ്. ചാർജ്ഡ് സ്പീഷീസ് എന്നറിയപ്പെടുന്നത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അയോൺസ് ആണ്. അയോൺസ് ആറ്റം തന്നെയാണ് അല്ലെ? ആറ്റം തന്നെയാണ്, പക്ഷെ സ്പെസിഫിക് ആയിട്ടുള്ള എന്തുണ്ടാവും? ചാർജ് ഉണ്ടാവും. അങ്ങനെയാണ് എന്ത് പറയുക? അയോൺ എന്ന് പറയുക. യെസ്. ഡൗട്ട് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ, താങ്ക് യു.